ഓം നമോ നാരായണായ. നാരായണീയം ദശകം 7. ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവും. ഉപാസനയ്ക്കായി വിരാട് സ്വരൂപം വർണ്ണിച്ചതിന് ശേഷം ഹിരണ്യഗർഭൻ്റെ ഉൽപ്പത്തിയും സ്വഭാവവും വർണ്ണിച്ചുകൊണ്ടാണ് ഈ ദശകം തുടങ്ങുന്നത്. ഏവം ദേവചതുർദശാത്മക ജഗദ്രൂപേണ ജാത പുനഃ തസ്യോർധ്വം ഖലു സത്യലോകനിലയേ ജാതോസി ധാതാ സ്വയം യം ശംസന്തി ഹിരണ്യഗർഭമഖിലത്രൈലോക്യജീവാത്മകം യോ ഭൂസ്ഫീതരജോ വികാരവികസൻ നാനാസി സൃക്ഷാരസാ. ഇവിടെ ദേവാന്ന സംബോധനയ്ക്ക് ഭഗവാനെ സഗുണബ്രഹ്മമായും നിർഗുണബ്രഹ്മമായുമൊക്കെ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ജീവൻ്റെ സ്ഥിതി ശിരസ്സിലാണല്ലോ. അതുപോലെ വിരാട് പുരുഷൻ്റെ ജീവസ്ഥാനം വഹിക്കുന്ന ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നത് വിരാട് സ്വരൂപത്തിൽ ശിരസ്ഥാനം വഹിക്കുന്ന സത്യലോകത്തിലാണ്. ഇങ്ങനെ സത്യലോകവാസിയും വിരാട് പുരുഷൻ്റെ ജീവാത്മാവിനെയാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത്. ഈ ഹിരണ്യഗർഭൻ രജോഗുണം വർദ്ധിച്ച് പലതരം സൃഷ്ടി നടത്താൻ ആഗ്രഹമുള്ളവനായി തീർന്നു എന്ന് പറയുന്നു. ഹിരണ്യഗർഭനെ സർവ്വലോകങ്ങളുടെയും ആത്മാവായി കാണുന്നു. സൃഷ്ടി ചെയ്യാൻ ശക്തി കൈവരുന്നതിനായി എന്തു ചെയ്യണമെന്ന് ബ്രഹ്മാവിന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. സോയം വിശ്വവിസർഗദത്ത ഹൃദയ സമ്പശ്യമാന സ്വയം ബോധം ഖല്ലു അനവാപ്യ വിശ്വവിഷയം ചിന്താകുലസ്തസ്തിവാൻ താവത്വം ജഗതാം പദേ തപതപേതി ഏവം ഹി വൈഹായസിൻ വാണീമേനമശിശ്രവശ്രുതിസുഖാം കുർവം സ്തവപ്രേരണാം. പ്രാകൃതപ്രളയം കഴിഞ്ഞ് വരുന്ന ഭ്രാമകൽപ്പത്തിൽ എന്ത് സൃഷ്ടിക്കണം, എങ്ങനെ സൃഷ്ടിക്കണം എന്നൊന്നും ബ്രഹ്മാവിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അതിനുള്ള അറിവ് ലഭിക്കുന്നില്ല. അങ്ങനെ അറിവ് ലഭിക്കാതെ ചിന്ത പൂണ്ട് വിഷമിച്ചിരിക്കുന്ന ബ്രഹ്മാവിനെയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ബ്രഹ്മാവിന് ഭഗവാൻ ഒരു മാർഗം കാണിച്ചു കൊടുക്കുന്നു. തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ എന്ന് ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുന്നു. കാതുകൾക്ക് സുഖം നൽകുന്ന ആ ശബ്ദം ഭഗവാന്റെ പ്രേരണ കൊണ്ട് ബ്രഹ്മാവ് കേൾക്കുന്നു. ഭഗവാൻ ഈ ശബ്ദം, ഈ വാക്കുകൾ തപസ് ചെയ്യൂ, തപസ് ചെയ്യൂ എന്ന് ബ്രഹ്മാവിനെ കേൾപ്പിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട്, ഈ വാക്കുകൾ കേട്ടുകൊണ്ട് എന്താണ് ബ്രഹ്മാവ് ചെയ്തത് എന്നാണ് അടുത്തതായി പറയുന്നത്. കോസൗ മാമവദത്പുമാനിതി ജലാപൂർണേ ജഗന്മണ്ഡലേ ദിക്ഷൂദ്വീക്ഷ്യ കിമപ്പനീക്ഷിതവദ വാക്യാർത്ഥമുത്പശ്യത ദിവ്യം വർഷസഹസ്രമാർത്തതപസാ തേന ത്വമാരാധിത തസ്മൈ ദർശിതവാന്നസി സ്വനിലയം വൈകുണ്ഠമേകാദ്ഭുതം. അങ്ങനെ ബ്രഹ്മാവ് എന്തു ചെയ്തു? തൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആരാണ് തന്നോട് ഇത് പറയുന്നത് എന്ന് ബ്രഹ്മാവിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ബ്രഹ്മാവ് നാലുപാടും നോക്കിയപ്പോൾ വെള്ളം മാത്രമാണ് ചുറ്റും. ഇങ്ങനെ പറയുന്നത് ആരാണ് എന്ന് ചിന്തിച്ച് എത്ര നോക്കിയിട്ടും ഒരു വസ്തുവിനെയും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും കേൾക്കുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി 1000 ദിവ്യവർഷകാലം ബ്രഹ്മാവ് തപസ് ചെയ്ത് ഭഗവാനെ സേവിച്ചു. അപ്പോൾ അത്യത്ഭുതമായ അനുഭവമാണ് ബ്രഹ്മാവിനുണ്ടായത്. ബ്രഹ്മാവിൻ്റെ തപസ്സിൽ പ്രീതനായ ഭഗവാൻ അത്ഭുതങ്ങളിൽ അത്ഭുതമായ തൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠലോകം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. വൈകുണ്ഠലോകം എപ്രകാരമാണ് എന്ന് വർണ്ണിക്കുകയാണ്. മായായത്ര കഥാപിനോ വികുരുതേ ഭാതേ ജഗദ്ഭ്യോപഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖാ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദചരീച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. വൈകുണ്ഠലോകം എപ്രകാരമാണ് എന്ന് പറയുന്നു. സൂര്യൻ പോലും മങ്ങിപ്പോകത്തക്ക വിധം അത്യുജ്വലമായ തേജസ്സോടെ പ്രകാശിക്കുന്ന വൈകുണ്ഠലോകം 14 ലോകങ്ങൾക്കും പുറമേയാണ് വിളങ്ങി പ്രകാശിക്കുന്നത്.
അവിടെ മായയുടെ പ്രഭാവം ഒട്ടും തന്നെയില്ല. മായയുടെ പ്രഭാവമാണല്ലോ ഭേദബോധങ്ങളെ ഉണ്ടാക്കുന്നത്. ഇവിടെ മായാശക്തി ഭേദബോധത്തെ ജനിപ്പിക്കുന്നില്ല. ദുഃഖം, കോപം, മൗഢ്യം, ഭയം മുതലായ ചിത്തവൃത്തികളാകട്ടെ തീരെ ഒഴിഞ്ഞുപോയിരിക്കുന്നു. ഇപ്രകാരമുള്ളൊരു ലോകം എവിടെയാണ് കാണാൻ കഴിയുക? അതുകൊണ്ട് തന്നെ വൈകുണ്ഠലോകം മറ്റു ലോകങ്ങളെ എല്ലാം ജയിക്കുന്നു. ഇനി എങ്ങനെയുള്ളവരാണ് വൈകുണ്ഠവാസികൾ എന്നാണ് അടുത്തതായി പറയുന്നത്. യസ്മിൻ നാമ ചതുർഭുജാ ഹരിമൺ ശ്യാമാവതാതത്വിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയാ ഭക്തിപ്രാപ്ത തഥാവിധോന്നതപദാ ദിവ്യന്തി ദിവ്യാജന തത്തേ ധാമ നിരസ്തശർവശമലം വൈകുണ്ഠരൂപം ജയേത്. എങ്ങനെയുള്ളവരാണ് വൈകുണ്ഠവാസികൾ എന്നാണ് പറയുന്നത്? ഭഗവാന്റെ സ്വരൂപത്തോടു കൂടിയവരാണ് വൈകുണ്ഠവാസികൾ എന്നാണ് പറയുന്നത്. ഇന്ദ്രനീലം പോലെ കറുത്ത ദേഹമുള്ളവരാണ്. നാനാവിധത്തിലുള്ള രത്നാലങ്കാരങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് വിമാനങ്ങളിൽ വസിക്കുന്നവരാണ്. ഭക്തി കൊണ്ട് കിട്ടിയ ഈ വിധം ഉയർന്ന സ്ഥാനത്തോടു കൂടിയവരാണവർ. അല്ലയോ ഭഗവാനെ, പരിപാവനമായ അങ്ങയുടെ വാസസ്ഥാനം എല്ലാറ്റിലുമുപരി വിജയിച്ചരുളട്ടെ എന്ന് കവി ആശംസിക്കുന്നു. ഇപ്രകാരമുള്ള അങ്ങയുടെ വൈകുണ്ഠലോകം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങണമേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു. ലക്ഷ്മീദേവിയെ വൈകുണ്ഠത്തിൽ പ്രത്യക്ഷമായി കാണാമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നാനാദിവ്യവധൂജനൈരഭിവൃത വിദ്യുല്ലതാതുല്യയാ വിശ്വോന്മാദനഹൃദ്യഗാത്രലതയാ വിദ്യോദിതാശാന്തരാ ത്വത്പാദാംബുജസൗരഭൈകകുതുകാ ലക്ഷ്മീ സ്വയം ലക്ഷ്യത്തെ യസ്മിൻ വിസ്മയനീയ ദിവ്യവിഭവം തത്തേ പദം ദേഹി മേ. ലക്ഷ്മീദേവിയെ വൈകുണ്ഠത്തിൽ എപ്രകാരമാണ് കാണാൻ കഴിയുന്നത്? ലക്ഷ്മീദേവി സ്ഥിരമായി വൈകുണ്ഠലോകത്തിൽ വസിക്കുന്നു. അസംഖ്യം ദിവ്യ സ്ത്രീകളുടെ സമൂഹങ്ങളാൽ ചുറ്റും നിന്ന് സേവിക്കപ്പെടുന്നവളാണ് ലക്ഷ്മീദേവി. അതിസുന്ദരമായ ശരീരത്തിൻ്റെ ശോഭ കൊണ്ട് ദിക്കുകളെല്ലാം പ്രകാശിപ്പിക്കുന്നു. അങ്ങനെയുള്ള സാക്ഷാൽ ലക്ഷ്മീദേവി ഭഗവാന്റെ പാദപത്മങ്ങളുടെ സൗന്ദര്യം അനുഭവിക്കാൻ ആ സുഗന്ധത്തിലുള്ള കൗതുകം നിമിത്തം നിത്യവും വൈകുണ്ഠലോകത്ത് വാണരുളുന്നു. അങ്ങനെ മഹാത്മ്യമുള്ള ആ ദിവ്യലോകം തനിക്ക് ലഭിക്കണേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു. ആ വൈകുണ്ഠലോകത്തിൽ ഭഗവാന്റെ ദിവ്യമംഗളരൂപം ബ്രഹ്മാവ് കണ്ടുവെന്നാണ് അടുത്തതായി വർണ്ണിക്കുന്നത്. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീടകടകാദ്യാ കൽപ്പതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്തകൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷതവിധി തത്തേ വിഭോ ഭാതുമേ. ബ്രഹ്മാവ് വൈകുണ്ഠലോകത്തിൽ പ്രത്യക്ഷമായി കണ്ട ഭഗവാന്റെ വിഗ്രഹത്തെ വർണ്ണിക്കുന്നതാണ് ഈ ശ്ലോകം. രത്നങ്ങളാൽ നിർമ്മിക്കപ്പെട്ട സിംഹാസനത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. കോടി സൂര്യന്മാർ ഒരേ സമയം ഉദിച്ചാലുണ്ടാകുന്ന പ്രഭയോടുകൂടിയ കിരീടം, വളകൾ എന്നിവ ധരിച്ച് ശോഭിക്കുന്നു. മാരടത്തിൽ ധരിച്ച കൗസ്തുഭത്തിൻ്റെ ശോഭ ദേഹമെല്ലാം വ്യാപിച്ചിരിക്കുന്നു. സർവ്വലോകങ്ങൾക്കും കാരണഭൂതനായ ഭഗവാനെയാണ് ബ്രഹ്മാവ് കണ്ടത്. തനിക്കും അപ്രകാരമുള്ള ഭഗവത് ദർശനം ഉണ്ടാകണമേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു. ഭഗവത് രൂപത്തിൻ്റെ വർണ്ണന തുടരുകയാണ്. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശ ആവൃണ്വാന മുദാരമന്ദഹസിതസ്യന്ത പ്രസന്നാനനം രാജത്കമ്പുഗതാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സൃഷ്ടുസ്തുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേ. കാർമേഘവർണ്ണനാണല്ലോ ഭഗവാൻ. തൻ്റെ കാർമേഘത്തിനും കായാമ്പൂവിനും സദൃശമായ ദേഹകാന്തിയുടെ പ്രഭ കൊണ്ട് ദിക്കുകളെങ്ങും പ്രകാശിപ്പിക്കുന്നു. ഭഗവാന്റെ സുന്ദരമായ മുഖം മനോഹരമായ പുഞ്ചിരിയുടെ പ്രവാഹത്താൽ തെളിഞ്ഞു പ്രകാശിക്കുന്നു. തൃക്കൈകളിലാണെങ്കിൽ ശംഖ്, ചക്രം
ഗദ, പത്മം എന്നിവ ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ സർവാലങ്കാര വിഭൂഷിതനായ ശംഖുചക്ര ഗദാ പത്മധാരിയായ ഭഗവാനെയാണ് ബ്രഹ്മാവ് കണ്ടത്. അങ്ങനെ ബ്രഹ്മാവ് ആനന്ദവിവശനായി. ആ ബ്രഹ്മാവിന് പരമാനന്ദം നൽകിയതായിട്ടുള്ള ഭഗവാന്റെ രൂപം സ്മരിച്ചാൽ താപങ്ങൾ അകന്നു പോകുന്നതാണ് എന്ന് കവി ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. ഭഗവത് ധ്യാനം എല്ലാവിധത്തിലുള്ള താപങ്ങളെയും അകറ്റുന്നു എന്നാണ് സാരം. വൈകുണ്ഠമൂർത്തിയോടുള്ള ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയാണ് അടുത്തതായിട്ട് പറയുന്നത്. ദൃഷ്ട്വാ സംഭൃത സംഭ്രമ കമലഭൂത്വത്പാദപാഥോരുഹേ ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ ജാനാസേവ്യമനീഷിതം മമ വിഭോ ജ്ഞാനം തഥാ പാദയ ദ്വൈതാദ്വൈതഭവത് സ്വരൂപപരമിതി ആജഷ്ടതം ത്വാം ഭജേ. ഇങ്ങനെ ഒരു ദർശനം തനിക്ക് ലഭിക്കുമെന്ന് ബ്രഹ്മാവ് ഒരിക്കലും കരുതിയിരുന്നതല്ല. അപ്രതീക്ഷിതമായിട്ടാണ് ബ്രഹ്മാവിന് ഭഗവത് ദർശനം, വൈകുണ്ഠ ദർശനം ഉണ്ടാകുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ഒരു സംഭ്രമമാണ് ബ്രഹ്മാവിനുണ്ടായത്. എന്നിട്ട് ആ ഭഗവാന്റെ പാതാരവിന്ദത്തിൽ വീണു നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് എൻ്റെ ആഗ്രഹമെല്ലാം അവിടുത്തേക്ക് അറിയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി, അത് തീർച്ചയാണ്. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രപഞ്ചം ബ്രഹ്മം എന്ന അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ജ്ഞാനം എനിക്ക് ഉണ്ടാക്കിത്തരണമേ എന്നാണ് അപേക്ഷിച്ചത്. സൃഷ്ടിക്ക് തനിക്ക് കഴിവുണ്ടാവണമെങ്കിൽ മായയെ അവലംബിച്ച് നാനാരൂപം കൈക്കൊണ്ടിട്ടുള്ള ഭഗവാന്റെ ആ ദ്വൈത രൂപത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകണം. എന്നാൽ എല്ലാം ഒന്നാണെന്നുള്ള അദ്വൈത ബോധം ഉണ്ടാവാതിരുന്നാൽ കർമ്മബന്ധം ഉണ്ടാവുകയും ചെയ്യും. അതാണ് അദ്വൈത രൂപത്തിൻ്റെയും ശരിയായ ബോധമുണ്ടാക്കിത്തരണം എന്ന് ബ്രഹ്മാവ് അപേക്ഷിക്കാൻ കാരണം. ഭഗവാൻ അനുഗ്രഹിച്ചതായി വിവരിക്കുന്നു അവസാനത്തെ ശ്ലോകത്തിൽ. ആ താമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്തേ ഭവിത ന സർഗവിധിഭി ബന്ധോഭി സഞ്ജായതേ ഇത്യാഭാഷ്യഗിരം പ്രതോഷ്യ നിതരാം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗ തം സമുദൈരയസ്സ ഭഗവൻ ഉല്ലാസയുല്ലാഘതാം. ഭഗവാന്റെ പാതാരവിന്ദത്തിൽ വീണ് നമസ്കരിച്ച ആ ബ്രഹ്മാവിനെ ഭഗവാൻ കൈകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അങ്ങേക്ക് ജ്ഞാനമുണ്ടായിക്കൊള്ളും, സൃഷ്ടി പ്രവർത്തികളെ കൊണ്ട് അങ്ങേക്ക് കർമ്മബന്ധമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ട് തന്നെത്താൻ ആ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചു. ഇപ്രകാരം ബ്രഹ്മാവിന് പോലും പ്രേരകനായി ഭവിക്കുന്ന ഭഗവാൻ തനിക്ക് ആരോഗ്യം നൽകണേ എന്ന് കവി പ്രാർത്ഥിക്കുന്നു. ഈ ദശകത്തിൽ അവസാനത്തെ ശ്ലോകങ്ങളിൽ മേൽപ്പത്തൂരിൻ്റെ തൻ്റെ രോഗം മാറ്റിത്തരയണമേ എന്നുള്ള പ്രാർത്ഥനകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈകുണ്ഠ ലോകം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ഭാഗ്യം എനിക്കില്ലെങ്കിൽ അവിടുത്തെ സുന്ദര വിഗ്രഹം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വിളങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസാനത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവിനെ അനുഗ്രഹിക്കാൻ ഒരുങ്ങിയ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു, എനിക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ചു തരേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂർ ഈ ദശകം ഉപസംഹരിക്കുന്നത്.